PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അത് വരുന്നത് 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ എന്താണെന്നുള്ളത് നോക്കാം. പാഠഭാഗം തുടങ്ങുന്നത് കുരുമുളകിൻ്റെ ഒരു കഥയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കൂട്ടുകാരെ, ഞാൻ കുരുമുളക്. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള യൂറോപ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശൈത്യകാലം ആരംഭിക്കുന്നതിന് മുൻപ് അവിടുത്തെ കർഷകർ അവരുടെ ആടുമാടുകളിൽ കുറച്ചെണ്ണത്തെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിക്കുമായിരുന്നു. ശൈത്യകാലത്തെ മഞ്ഞുവീഴ്ച കാരണം മേച്ചിൽപ്പുറങ്ങളിൽ പുൽനാമ്പുകൾ തളിർത്തിരുന്നില്ല. ഇത് തീറ്റ കമ്മിക്കിടയാക്കി. മനുഷ്യർക്കും ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്നു. കാലികളെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചാണ് ഇതിന് പരിഹാരം കണ്ടത്. ഇന്നത്തെ പോലെ വൈദ്യുതിയോ ശീതീകരണ സംവിധാനമോ ഇല്ലാത്ത കാലമാണെന്ന് ഓർക്കുക. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും അവർ എണ്ണയാണ് ഉപയോഗിച്ചിരുന്നത്. ചുരുക്കത്തിൽ ഞാൻ അവർക്ക് അത്യാവശ്യ ഘടകമായിരുന്നു. ഞാൻ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഏലം, കറുവപ്പട്ട, ഇഞ്ചി എന്നിവയും അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഞങ്ങളെ തേടി പണ്ടു മുതലേ കച്ചവടക്കാർ എത്തിയിരുന്നു. ഇതാണ് നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ഒരു കഥ. കുരുമുളക് പറയുന്ന കഥയാണ്. അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? യൂറോപ്യൻസിന് വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളായിരുന്നു ഏലം, കറുവപ്പട്ട, കുരുമുളക്, ഇഞ്ചി എന്നിവയൊക്കെ. അപ്പോൾ അത് തേടിയാണ് പണ്ടു മുതലേ കച്ചവടക്കാർ എവിടെ എത്തിയിരുന്നത്? ഇന്ത്യയിൽ എത്തിയിരുന്നത്. അപ്പോൾ ഇതാണ് എന്താ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ കുരുമുളക്, ഏലം, കറുവപ്പട്ട, ഇഞ്ചി തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ അന്വേഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു പണ്ട് മുതലേ കച്ചവടക്കാർ എത്തിയിരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നോക്കി പോകാം. അപ്പോൾ അടുത്തത് പറയുന്നത്, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി. അപ്പോൾ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തിയത് എന്താണ്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതാണ്. അപ്പോൾ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷം 1453 അപ്പോൾ 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതാണ് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് എന്ത് വരുന്നത്? കടൽ മാർഗം ഒരു വാണിജ്യ പാത കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കുന്നത്. ഇങ്ങനെ സമുദ്രത്തിലൂടെ ഒരു വാണിജ്യ പാത കണ്ടെത്തിയതോടുകൂടിയാണ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തിയത്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഓർഡറിലാണ് തന്നിട്ടുള്ളത്. അതായത് ഇന്ത്യയിലോട്ട് വന്ന യൂറോപ്യന്മാരുടെ ഓർഡറാണ് തന്നിട്ടുള്ളത്. പോർച്ചുഗീസുകാർ, പിന്നെ ഡച്ചുകാർ, അത് കഴിഞ്ഞ് ഇംഗ്ലീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാർ. ഈ രീതിയിലാണ്, ഈ ഓർഡറിലാണ് ഇന്ത്യയിലോട്ട് ആരെത്തുന്നത്? യൂറോപ്യൻസ് എത്തുന്നത്. അപ്പോൾ ആദ്യം വന്ന യൂറോപ്യൻസ് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. ഇനി നമുക്ക് പോർച്ചുഗീസുകാരെ കുറിച്ച് നോക്കാം.
അപ്പോൾ പോർച്ചുഗലിൽ നിന്ന് കോഴിക്കോട്ടേക്ക്, അതായത് 1498 മെയ് മാസത്തിലെ ഒരു പ്രഭാതം കോഴിക്കോടിന് സമീപത്തുള്ള കാപ്പാട് തീരത്ത് 3 വലിയ പായ്ക്കപ്പലുകൾ നങ്കൂരമിട്ടു. അപ്പൊ ഇത് പറയുന്നത് എന്താണ്? 1498 മെയ് 20 എന്താണ് നടന്നത്? വാസ്കോഡ ഗാമയും സംഘവും കോഴിക്കോട് കാപ്പാട് വന്നെത്തിയ സംഭവമാണ് പറയുന്നത്. അപ്പൊ 1498 മെയ് മാസത്തിലെ പ്രഭാതത്താണ് വാസ്കോഡ ഗാമയും സംഘവും എവിടെ എത്തുന്നത്? കോഴിക്കോടിന് സമീപത്തുള്ള കാപ്പാട് തീരത്ത് എത്തുന്നത്. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് വാസ്കോഡ ഗാമയ്ക്ക് എന്ത് ചെയ്തു കൊടുത്തില്ല? കച്ചവട സൗകര്യങ്ങളൊന്നും നൽകിയില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? കണ്ണൂരിലെത്തി. ഓക്കെ, കോഴിക്കോട് സാമൂതിരി അദ്ദേഹത്തിന് കച്ചവട സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാത്തതിനാൽ അദ്ദേഹം എവിടെ എത്തി? കണ്ണൂരിലെത്തി. അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് വാസ്കോഡ ഗാമയെ തുടർന്ന് വന്നിട്ടുള്ള പോർച്ചുഗീസുകാരാണ് അൽമേഡ, ഫ്രാൻസിസ്കോ ഡി അൽമേഡയും അൽബുക്കർക്കും. ഓക്കെ, അപ്പൊ വാസ്കോഡ ഗാമയെ തുടർന്ന് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാർ ആരൊക്കെയാണ്? അൽമേഡ, അൽബുക്കർക്ക് തുടങ്ങിയവരാണ്. ഇവർ ഇവിടെ എത്തിയിട്ട് ഗോവ, ദാമൻ, ദിയു എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഓക്കെ, അപ്പൊ ഈ പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഗോവ, ദാമൻ, ദിയു എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഇനി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ പോർച്ചുഗീസുകാരുടെ നിർമ്മിതികളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്ന പേരാണ് പറങ്കികൾ. ഓക്കെ, പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? പറങ്കികൾ. അപ്പൊ പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്ന യൂറോപ്യൻസ് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? പോർച്ചുഗീസുകാരാണ്. പിന്നെ അതായത് പോർച്ചുഗീസുകാർ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് വിഭവങ്ങളാണ് പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ. ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതുപോലെ തന്നെ അച്ചടിയന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലമായാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചവിട്ടുനാടകം കൊണ്ടുവന്നിട്ടുള്ള യൂറോപ്യൻസ് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ അച്ചടിയന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും ആരുടെ ബന്ധത്തിന്റെ ഫലമായാണ്? പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലമായാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിയാത്തതിന് കാരണം എന്താണ്? മറ്റു യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി ആർക്കുണ്ടായിരുന്നില്ല? പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ് എന്ന് ചോദിക്കാം. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? കുഞ്ഞാലി മരക്കാർമാരാണ്. ഓക്കെ, കുഞ്ഞാലി മരക്കാർമാരാണ് മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത്. അപ്പൊ ആരാണ് കുഞ്ഞാലി മരക്കാർമാർ? സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. അപ്പൊ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരുടെ സ്ഥാനപ്പേരാണ് കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത്. അപ്പൊ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ അറിയപ്പെടുന്ന പേരെന്ത് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? കുഞ്ഞാലി മരക്കാർമാർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പോർച്ചുഗീസുകാരെ കുറിച്ചിട്ട് നമ്മുടെ ഈ പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത്. അപ്പൊ എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ SCERT-യിലുള്ള പോയിന്റ്സ് ആണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിൽ കൂടുതലുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ക്ലാസ് റൂം സെക്ഷനിൽ നമ്മൾ നോട്ട്സ് നൽകുന്നതായിരിക്കും. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം, ഡച്ചുകാരെ കുറിച്ച് നോക്കാനുള്ള പോയിന്റ്സ്.
കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തിയ മറ്റൊരു വിഭാഗമായിരുന്നു ഡച്ചുകാർ. ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ അറിഞ്ഞിരിക്കുക കൊച്ചി, കൊല്ലം. കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ഡച്ചുകാരനായ വാൻറ്റീഡ് ആണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഡച്ചുകാർ കൊണ്ടുവന്നതാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അത് തയ്യാറാക്കാനായിട്ട് മുൻകൈ എടുത്തത് ആരാണ്? ഡച്ചുകാരനായ വാൻറ്റീഡ് ആണ്. ഡച്ചുകാരനായ വാൻറ്റീഡ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാനായിട്ട് മുൻകൈ എടുത്തത്. അദ്ദേഹം ഡച്ച് ഗവർണർ ആയിരുന്നു. വാൻറ്റീഡ് ആരാണ്? ഡച്ച് ഗവർണർ ആയിരുന്നു. അപ്പൊ ഡച്ച് ഗവർണറായ വാൻറ്റീഡ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈ എടുത്തത്. അദ്ദേഹം ആരുടെ സഹായത്തോടു കൂടിയാണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് എന്ന് ചോദിച്ചാൽ മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡച്ചുകാരനായ വാൻറ്റീഡ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ച മലയാളിയായ വൈദ്യൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഇട്ടി അച്യുതൻ വൈദ്യരാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ദെൻ കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ യുദ്ധം ചെയ്തു. 1741 കുളച്ചിലിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ, അപ്പൊ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കിട്ടി, എന്താണ്? കുളച്ചിൽ യുദ്ധം നടന്ന വർഷം 1741. 1741 കുളച്ചിൽ യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിൽ ആര് പരാജയപ്പെടുകയാണ്? ഡച്ചുകാർ പരാജയപ്പെടുകയാണ്. ഇതോടെ ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ ഡച്ചുകാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ലന്തക്കാർ. നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്ന പേര് പറങ്കികൾ എന്നാണെന്ന് പറഞ്ഞു. ഡച്ചുകാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നു ഡച്ചുകാർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡച്ചുകാരെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ഇംഗ്ലീഷുകാരുടെ വരവ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് എപ്പോഴാണ്? 1600 ലണ്ടനിൽ വച്ചിട്ടാണ്. ദെൻ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂററ്റ് ആയിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എവിടെയാണ്? ഗുജറാത്തിലെ സൂററ്റ് ആണ്. ഗുജറാത്തിലെ സൂററ്റ് ആണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എന്ന് പറയുന്നത്. മദ്രാസ്, കൽക്കത്ത, ബോംബെ എന്നിവിടങ്ങളിലും ആർക്ക് വാണിജ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വാണിജ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാർ കഴിഞ്ഞു, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ കഴിഞ്ഞു. ഇനി അടുത്തത് ആരാണ്? ഫ്രഞ്ച് ആണ്, അല്ലെ? ഫ്രഞ്ച് വാണിജ്യ ബന്ധങ്ങൾ നോക്കാം. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. അപ്പൊ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എപ്പോഴാണ്? 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. ഇതോടെ കച്ചവട ലക്ഷ്യവുമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അപ്പൊ ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ തുടങ്ങിയവയാണ് ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു. ഫ്രഞ്ചുകാരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം എവിടെയായിരുന്നു? പോണ്ടിച്ചേരി ആയിരുന്നു. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗലയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. അപ്പൊ പ്ലാസി യുദ്ധം വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1757 1757 പ്ലാസി യുദ്ധം. അതിൽ വെച്ചിട്ട് എന്താണ്? ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗലയെ പ്ലാസി യുദ്ധത്തിൽ ആര് പരാജയപ്പെടുത്തി? ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി.
പിന്നീട് 1764 ബക്സാർ യുദ്ധവും വിജയിച്ചതോടു കൂടിയിട്ട് ബംഗാൾ ആരുടെ കീഴിലായി? കമ്പനിയുടെ കീഴിലായി. അപ്പൊ ബക്സാർ യുദ്ധം നടന്നത് 1764 പ്ലാസി യുദ്ധം നടക്കുന്നത് 1757 2 വർഷവും ഇമ്പോർട്ടന്റ് ആണ്. 1757 പ്ലാസി യുദ്ധം, 1767 ബക്സാർ യുദ്ധവും നടക്കുന്നു. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കൂടെ നടന്ന എല്ലാ യുദ്ധങ്ങളും എവിടെയായിരുന്നു? തമിഴ്നാടിന്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള യുദ്ധങ്ങൾ, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ എന്തു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മൾ എല്ലാം വലിച്ചു വാരി പഠിക്കുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ. ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം. അപ്പോൾ എന്താണ്? സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? വെല്ലസ്ലി പ്രഭു ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നത് എന്താണ്? ദത്താവകാശ നിരോധന നിയമം. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭു ആണ്. ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നത് എന്താണ്? ദത്താവകാശ നിരോധന നിയമം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവെച്ചു. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥ ആരാണ് കൊണ്ടുവന്നത്? വെല്ലസ്ലി പ്രഭു ആണ്. വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളാണ്. ഓക്കെ, വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ. ഇനി നമ്മൾ പറഞ്ഞു ഡൽഹൌസി പ്രഭുവാണ് എന്ത് കൊണ്ടുവന്നത്? ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് ദത്താവകാശ നിരോധന നിയമം? അതായത് എന്താണ്? ഇപ്പോൾ പുരുഷ അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജാക്കന്മാർ എന്ത് ചെയ്യും? കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അങ്ങനെ ദത്തെടുക്കുന്ന കുട്ടികൾക്ക് എന്താണ്? അവർ രാജാധികാരം കൊടുത്തിരുന്നു. അപ്പോൾ ഈ സമ്പ്രദായം ഇല്ലാതാക്കുക, ഈ ദത്തെടുത്തിട്ട് അവർക്ക് രാജാധികാരം നൽകുന്ന ഈ അവകാശത്തെ ഇല്ലാതാക്കുകയായിരുന്നു എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദത്താവകാശ നിരോധന നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പുരുഷ അനന്തരാവകാശി ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നതാണ് ദത്താവകാശ നിരോധന നിയമം. ഇത് പ്രകാരം എന്താണ്? അനന്തരാവകാശികൾ ഇല്ലാത്തവർ ദത്തെടുത്ത് അവർക്ക് രാജാധികാരം നൽകുന്ന ആ വ്യവസ്ഥ ഇല്ലാതെയായി. പുരുഷ അനന്തരാവകാശി ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ദത്താവകാശ നിരോധന നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ദത്താവകാശ നിരോധന നിയമത്തിലൂടെ സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ആര് പിടിച്ചെടുത്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ദത്താവകാശ നിരോധന നിയമത്തിലൂടെ എന്താണ്? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങൾ ഓർത്തിരിക്കുക. സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങളാണ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ യൂറോപ്യന്മാരുടെ വരവും യൂറോപ്യന്മാരുടെ സംഭാവന എന്ന് പറയുന്ന ഭാഗം ഈ ചാപ്റ്ററിൽ കഴിയുവാണ്. അതായത് 7th സ്റ്റാൻഡേർഡിലെ 2ാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചത്.